ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിക്കൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോവുകയാണ്, ക്രിസ്മസ് ഷോപ്പിങ്ങിന്. ക്രിസ്മസൊക്കെ ഇങ്ങനെ എത്താറായില്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ബാംഗ്ലൂർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മളിവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ കൊമേഴ്ഷ്യലിൽ തന്നെയുള്ള ഒരു രാവീസ് എവർഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു ക്രിസ്മസ് സ്റ്റോറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വയ്യാതെ അങ്ങോട്ട് കടയിലെത്തി. രാവീസ് എവർഗ്രീൻ ക്രിസ്മസ് ട്രീ ആൻഡ് ഡെക്കറേഷൻസ് എന്നാണ് കടയുടെ പേര്. അപ്പോൾ ഈ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകണം. അപ്പോൾ ഈ കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്രിസ്മസ് ടൈമിൽ മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ. ആ ഒരു 1 മന്ത് ഈ കട ഉണ്ടാവത്തുള്ളൂ. കയറി വരുമ്പോൾ തന്നെ 2 സൈഡിലായിട്ടും ട്രേകളിൽ ഇവരുടെ ഡെക്കർ ഐറ്റംസൊക്കെ ക്രിബിലോട്ട് വേണ്ടിയിട്ടുള്ളതും ക്രിസ്മസ് ട്രീയിലോട്ട് വേണ്ടിയിട്ടുള്ളതൊക്കെ ആയിട്ടുണ്ടാവും. ആദ്യം തന്നെ നമ്മൾ സിംഗിളായിട്ടുള്ള പീസസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഏഞ്ചൽ, റെയിൻഡിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മറ്റ് കടകളിലെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നും. പക്ഷേ നല്ല ക്വാളിറ്റി സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഉദ്ദേശിച്ച് വന്നു കഴിഞ്ഞാൽ അവരില്ല എന്ന് പറയില്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് ഒരു എന്താ പറയുക, എന്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും അവിടെ ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് 30 രൂപ മുതലുള്ള കാര്യങ്ങൾ, 30 റുപ്പീസ് മുതലുള്ളതുണ്ട്. പക്ഷേ അത് മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ടുള്ള കുഞ്ഞു ഡെക്കേഴ്സാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബോൾസ് അങ്ങനെ സാധാരണ വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു 180 മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മുതൽ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതൊക്കെയാണ് 30 റുപ്പീസിൻ്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ 180 മുതൽ അങ്ങോട്ട് പോവുകയാണ്. 2500 വരെയുള്ള കാര്യങ്ങൾ, ഡെക്കർ സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഈ കാണുന്ന റെഡ് ലീവ്സിനൊക്കെ പെർ പീസിന് അവർ 90 റുപ്പീസ് വെച്ചിട്ടാണ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പല ടൈപ്പ് ബോസ് നമുക്കിവിടെ കാണാൻ കഴിയും, ഗ്ലിറ്റർ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ളത്. ഇപ്പോൾ ക്രിസ്മസിന് നമ്മുടെ വീടോ ഓഫീസോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള A to Z കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഒന്നും തന്നെ പുറത്ത് പോയി വാങ്ങിക്കേണ്ടി വരത്തില്ല. ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒന്നും ഇഷ്ടമില്ലാതെ എല്ലാം ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. എല്ലാ സംഭവങ്ങളും ഇവിടുന്ന് കിട്ടും. ബോൾസൊക്കെ ആണെങ്കിലും നമ്മൾ പുറത്ത് കാണാത്ത പല ഡിസൈൻസിൽ നമുക്കിവിടെ കിട്ടും. പക്ഷേ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കൂടുതൽ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി ടൈപ്സ് ടേബിൾ ക്ലോത്ത്സ്, പിന്നെ അതുപോലെ റണ്ണറുകൾ, കുഷ്യൻ കവേഴ്സ്, അങ്ങനെ ഒരുപാട് ക്രിസ്മസ് തീമിലുള്ള അടിപൊളിയായിട്ടുള്ള കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇവിടെ അതിൻ്റെ ഒരുപാട് ഹ്യൂജ് കളക്ഷൻ ഉണ്ടെന്ന് തന്നെ പറയണം. പിന്നെ നമ്മൾ കറങ്ങി റീറ്റ്സിൻ്റെ സെക്ഷനിൽ ചെന്നു. ക്രിസ്മസ് റീത്തുകളാണിത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 750 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സ്വാഗാണ്. അപ്പം 750 എന്ന് പറയുമ്പോൾ തീരെ ചെറിയ സൈസായിരിക്കും. വലുതൊക്കെ വരുമ്പോൾ ഒരു 2500, 700 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ പോവും. 3000 റേഞ്ച് വരെയൊക്കെ ഉള്ള റീത്തുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള റീത്തുകൾ ഇവിടെ ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാന്റ, സ്നോമാൻ, പിന്നെ വാൾ ഹാങ്ങിങ്സ്, ലൈറ്റ്സ്, അങ്ങനെ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ. ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ക്രിസ്മസ് ആയി, ഡിസംബറായി എന്നൊക്കെ നമുക്ക് ആ ഒരു ക്രിസ്മസിൻ്റെ കറക്റ്റ് ഒരു വൈബ് കിട്ടണമെങ്കിൽ ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും ഈ കടയിലോട്ടൊന്ന് വെറുതെ കയറിയാൽ മതി. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് പോയിൻസെറ്റിയുടെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആയിരുന്നു. അതിനൊരു പീസിന് 90 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഞാൻ കുറേ ഇതിൻ്റെയൊക്കെ റേറ്റ്സ് കാണിക്കുന്നുണ്ട്, പിന്നെ കുറച്ചൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സാൻഡയ്ക്ക് ഒരു 3200 റുപ്പീസാണ്. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് എല്ലാം അങ്ങനെ ഇരുന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കുറേയൊക്കെ ടാഗ് കാണിക്കുന്നുണ്ട്. ബാക്കി ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമ്മൾ പോകുന്നത് ക്രിസ്മസിൻ്റെ മെയിനായിട്ടായിട്ടുള്ള ക്രിസ്മസ് ട്രീയുടെ ഏരിയയിലോട്ടാണ്. ഇതിൻ്റെ അടുത്ത ഒരു സെക്ഷനായിട്ട് തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ടൈപ്പ് ക്രിസ്മസ് ട്രീസ് കാണാനായിട്ട് കഴിയും. 2 ഫീറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള പല ടൈപ്പിലുള്ള ക്രിസ്മസ് ട്രീസ് അവിടെ ഉണ്ട്. അപ്പോൾ അതിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്രിസ്മസ് ട്രീക്ക് 37,000 എന്തോ ആണ് അതിൻ്റെ ചാർജ്, ലൈക്ക് പ്രൈസ് വന്നിട്ട്. പിന്നെ നമ്മളിതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈറ്റ്സ് ഇൻബിൽഡ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗാർഡൻ ഡെക്കറായിട്ടും ലോണിലൊക്കെ വെക്കാൻ പറ്റിയ സ്നോമാനും ലൈറ്റോട് കൂടിയിട്ടുള്ള സ്നോമാൻ, റെയിൻഡിയർ, ഇതെല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാം. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ബീഡ്സുകളാണ് സ്റ്റേഴ്സിൻ്റെയൊക്കെ ഹാൻഡിൽ കൊടുക്കാൻ പറ്റിയ. പിന്നെ വലിയ വലിയ ബെൽസ്, ബോൾസ് എന്ന് വേണ്ടിയില്ല എന്തൊക്കെ ആഗ്രഹിച്ചു പോകുന്നു അതെല്ലാം അവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇതിൻ്റെ പേര് ക്രിസ്മസ് ട്രീ സ്കേർട്ട് എന്നാണ്. ക്രിസ്മസ് ട്രീയുടെ ബോട്ടം പാർട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന സംഭവമാണത്. പിന്നെ ഒരുപാട് ടൈപ്പ് ടേബിൾ റണ്ണേഴ്സ് എല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഇതൊക്കെയായിരുന്നു റാവീസിലെ വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി നേരെ അതിൻ്റെ അടുത്തൊരു ഷോപ്പിലോട്ടാണ് പോയത്. ട്രിനിറ്റി എന്നാണ് ഈ ക്രിസ്മസ് സ്റ്റോറിൻ്റെ പേര്. അവിടെ കാണാത്ത കുറച്ച് ഐറ്റംസൊക്കെ കണ്ടു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു റാവീസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്രൈസ് കൂടുതലായിരുന്നു ഇവിടെ എല്ലാത്തിനും. റാവീസിൻ്റെ 3/1 ഉള്ളൂ സംഭവം. കട വളരെ ചെറുതാണ്, എങ്കിൽ പോലും പ്രൈസ് അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷേ അവിടെ ഇല്ലാത്ത കുറേ ഐറ്റംസൊക്കെ ഇവിടെ കണ്ടു. ഈ ഡെക്കർ ഐറ്റംസ് നമുക്ക് DIYs ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങൾ, ബൾബിനകത്തുള്ളതും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കണ്ടു. അതുകൊണ്ട് ജസ്റ്റ് ഇതുകൂടെ കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മളൊന്നും വാങ്ങിയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറി സംഭവം ഇത് ആദ്യമായിട്ട് കാണാണ് ഈ ഷോപ്പ്. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമ്മളിനി ഇവിടുന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ശിവാജി നഗർ. ഇനിയിപ്പോൾ ശിവാജി നഗറിലെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ശിവാജി നഗർ എത്തിപ്പോയി കേട്ടോ. ഭയങ്കര ആളായിരുന്നു. ഇതാണ് ശിവാജി നഗറിലെ ഫേമസ് ആയിട്ടുള്ള പള്ളിയാണത്. നമ്മൾ ആ ആദ്യം നമ്മൾ ചർച്ചിൻ്റെ ഉള്ളിലോട്ടാണ് കയറിയത്. ജസ്റ്റ് അവിടെ പോയി ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് മാതാവിനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മളിതാ ചർച്ചിന് ഉള്ളിൽ തന്നെ ഒരു സ്റ്റോളുണ്ടായിരുന്നു, ഒരു ക്രിസ്മസ് സ്റ്റോള്. നല്ല എന്താണ് പറയുക, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുറത്ത് ഉള്ളതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ അകത്തെ സ്റ്റോളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നല്ല സുഖമായിട്ട് നിന്നിട്ട് ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തോട്ട് നല്ല തിരക്കായിരിക്കുമല്ലോ, നമ്മൾ ഓൾറെഡി കണ്ടിട്ടാണ് കയറിയത്. പിന്നെ അതുപോലെ തന്നെ പ്രൈസും പുറത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് തീരെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് പേടി വരുന്ന പോലെയുള്ളൊരു തിരക്ക്. ആളുകൾക്കൊന്നും ഒരു പേടിയില്ലാണ്ട് ഇങ്ങനെ മുട്ടി നടക്കുന്ന പോലെയുള്ള തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ അധികമൊന്നും പോയില്ല, കുറച്ചൊന്ന് പോയിട്ട് ഷോപ്പിംഗ് അവിടെ നടത്തുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നിങ്ങൾ ജസ്റ്റ് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക.
ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നല്ല തിരക്കായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്ട്രീറ്റ്, ഈ ചർച്ചിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു വലിയൊരു സ്ട്രീറ്റ് ഫുള്ള് ക്രിസ്മസ് ഡെക്കേഴ്സിൻ്റെ റോഡിൻ്റെ രണ്ട് സൈഡിലും കടകളാണ്. നമ്മളതിൽ കുറച്ച് സ്ഥലത്തോട്ടേ പോയുള്ളൂ, അപ്പോൾ തന്നെ നിർത്തി. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുകയാണ്. അവർ പറയുന്നതിൻ്റെ നേരെ പകുതി വില വെച്ചിട്ട് നമ്മൾ പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് കഴിയണം. പക്ഷേ ഒന്നിലും അവർ പ്രൈസ് ടാഗും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. സോ ബാർഗെയിനിങ്ങിലാണ് കാര്യം മൊത്തം ഇരിക്കുന്നത്. നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്നതിൻ്റെ പകുതി ഇതിൽ നമുക്ക് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റാവീസും ഇതുമായിട്ട് എന്താ വ്യത്യാസം തോന്നുന്ന രീതിയിലായിരിക്കും ആദ്യം അവരൊരു പ്രൈസ് പറയുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞ് കുറപ്പിക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിബിലോട്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുള്ള മാത്രമായിട്ടുള്ള ഒരു ഷോപ്പാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അയ്യോ, അങ്ങനെ ഫൈനലി നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടെ തിരിച്ച് പാർക്കിങ്ങിലെത്തി. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി മുകളിലാണ് അവർ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാണ്. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയെന്ന് തിരിച്ചിട്ട് കാണിക്കാം. അയ്യോ, ഞാൻ ഓൾറെഡി ഒരു വിഡ്രോയിൽ പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ നോക്കിയത് ക്യാമറ ഓൺ അല്ലായിരുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. അപ്പോൾ ഞങ്ങൾ വലിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ. നമ്മൾ എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? രാവിലെ 10 മണിക്ക് ഇറങ്ങിയത്. 10 മണിക്ക് ഇറങ്ങിയതാ. ഇപ്പം എത്ര മണിയാണെന്ന് അറിയാമോ? 5 മണിയേ ആയിട്ടുള്ളൂ. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പാഴ്സൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് കഴിക്കാൻ പേടിയായതുകൊണ്ട് വാങ്ങിയിട്ട് അങ്ങ് പോവുകയാണ് വീട്ടിലോട്ട്. അപ്പോൾ വാങ്ങിയ സാധനങ്ങളെല്ലാം ഈ വ്ളോഗിൽ കാണിക്കുന്നില്ല. നെക്സ്റ്റ് ഇനി അടുത്ത എന്തായാലും ഒരു വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് നമുക്ക് കാണിക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ദീപു ഇന്നത്തെ ഷോപ്പിംഗ്? ഇന്നത്തെ ഷോപ്പിംഗ് കഠിനമായിരുന്നു. വെറുതെ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഇറങ്ങണ്ട. ഇറങ്ങണമെങ്കിൽ 2-3 കട കയറിയൊന്നും ഇറങ്ങണ്ട. നേരെ ശിവാജി നഗറിലോട്ട് വെച്ച് പിടിച്ചാൽ മതി. അവിടെ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. അല്ല, ബഡ്ജറ്റിൽ ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശിവാജി നഗർ പോകണം. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ അലയാനൊന്നും താല്പര്യമില്ല, ഒരു എന്താ പറയുക, ഒരു 1 സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ എന്നാണേ പറയാം അല്ലേ, റാവീസ്. ഉഗ്രം കടയാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു വട്ടം പോയിട്ടുള്ളതാണ് അവിടെ. ഇത് 2ാമത്തെ ടൈമാണ് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം വാങ്ങിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ അത് 3 വർഷം മുമ്പാണ് നമ്മൾ പോയിട്ടുള്ളത്. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ക്രിസ്മസിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും ഷോപ്പ് ചെയ്തിട്ടില്ല. ഇപ്പം ഇത് കുറേ നാളിന് ശേഷം പോയത്. ഒരുപാട് കളക്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ കുട്ടികളെയും കൊണ്ടാണെങ്കിലും A to Z ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള A to Z കാര്യങ്ങൾ നമുക്ക് റാവീസിൽ നിന്ന് കിട്ടും. ഒന്നും പുറത്തു പോകേണ്ടി വരത്തില്ല. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. തീരെ ചീപ്പായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല. ക്വാളിറ്റി അത് തന്നെ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട്. അതെ, ക്രിസ്മസ് ട്രീയിൽ തന്നെയും ഒരുപാട് വെറൈറ്റീസ് അവർ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ എങ്ങനെ അടുത്തെങ്ങനെ പോയി ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെയും നമുക്കറിയാൻ പറ്റുന്നത് ഒരു ഗ്രീൻ കളർ ക്രിസ്മസ് ട്രീയും ഒരു വൈറ്റ് കളർ ക്രിസ്മസ് ട്രീയുമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത്രയും വെറൈറ്റി അവിടെ പോയാലൊക്കെ കാണാം. അതെ, അത് ഒരുപാട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള നോർവ അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ക്രിസ്മസ് ട്രീസ് ഒക്കെയാണ്. അപ്പോൾ 2 രീതിയിൽ ഷോപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു 2 ടൈപ്പ് ഷോപ്പിംഗ് നമ്മളിന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു ഒറ്റ കടയിൽ പോയി ബാംഗ്ലൂർ ഷോപ്പ് ചെയ്യാനായിട്ട് ഒറ്റ കടയിൽ പോയി വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവർക്ക് റാവീസിൽ പോവാം. അതെല്ലാം നമുക്കിങ്ങനെ കറങ്ങി അടിച്ചൊക്കെ നടന്ന് ഷോപ്പ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ നേരെ ശിവാജി നഗറിൽ വിട്ടാൽ മതി. ഏത് ടൈമിൽ പോകുന്നതായിരിക്കും നല്ലത്? വീക്ക് ഡേയ്സിൽ പോകുന്നതായിരിക്കും നല്ലത്. വീക്ക് ഡേയ്സിൽ മോർണിംഗ് ടൈം നോക്കി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തിരക്ക് കൂടുന്നതിന് മുന്നേ പോയിട്ട് വരാം. പക്ഷെ നമുക്കിന്ന് ഞങ്ങൾ ഓൾറെഡി റാവീസിൽ പോയി അവിടെ ഒരു 2 മണിക്കൂറിലും മുകളിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് പോയത്. അപ്പോൾ തന്നെ നമുക്ക് അവിടെ ചെന്നപ്പോഴേ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് നമ്മൾ ആ സ്ട്രീറ്റ് ഫുള്ളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മൾ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കടകളിൽ കയറി എടുത്തിട്ടേ ഉള്ളൂ. ഒന്നാമതേ കൊറോണ ആയതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. പേടി നമുക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഈ നാട്ടുകാർക്കുള്ള പേടിയൊക്കെ പോയി. നല്ല ആളുണ്ടായിരുന്നു. അതെ, പക്ഷെ നല്ല ചെക്കിംഗ് ഉണ്ട് കേട്ടോ. റോഡിലാണെങ്കിലും അവിടെ ആണെങ്കിലും ഒക്കെ ഒരുപാട് പോലീസൊക്കെ ഒന്ന് മാസ്ക് വെച്ചിട്ടുണ്ടോ അതായതോ എന്നൊക്കെ നോക്കുന്നുണ്ട്.
പക്ഷെ എങ്കിൽ ഇത്രയും ആളുകൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് നമുക്ക് ഇത്രയും വലുതായിട്ട് പുറത്തിറങ്ങാൻ പേടിയോ, ആളുകളൊക്കെ പിള്ളേരെയൊക്കെ കൊണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അറിയത്തില്ല എന്തോ. എന്തായാലും ഞങ്ങൾ അധികം ഉള്ളിലോടൊന്നും പോയില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് എന്നിട്ടും ഇത്രയും സമയമായി കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ തന്നെ ശിവാജി നഗറിൽ തന്നെ പള്ളിയുടെ നമ്മുടെ ആ പള്ളിയുടെ ഉള്ളിലൊരു സ്റ്റോറുണ്ട്, അത് നന്നായിട്ടുണ്ട് ഇല്ലേ. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒരുപാട് ഇങ്ങനെ ചുറ്റി നടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നേരെ പള്ളിയുടെ ഉള്ളിലുള്ള ആ ഒരു സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാലും അത്യാവശ്യം പുറത്തുള്ള എല്ലാ സാധനങ്ങളും അകത്തുണ്ട്. നല്ല വെറൈറ്റി ഉണ്ട്, ആ കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ടുണ്ട്. രാവിലെ പോയ പോലൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിർത്താണ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നുണ്ട് കേട്ടോ. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ. ഞാൻ ആക്ച്വലി ഒരു വ്ളോഗ് മാസമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, ഒന്നും നടന്നില്ല. എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ കാണുന്നതായിരിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.